ഞാൻ ഒരു സർപ്രൈസ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, സർപ്രൈസ് വീഡിയോ എടുത്തു എന്ന് വെച്ചിട്ട് ഒരാൾ മെസ്സേജ് അയച്ചു. അപ്പോഴാണ് കഴിഞ്ഞ വ്ളോഗിൽ സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയായത്. സർപ്രൈസ് എന്തെന്ന് ഇപ്പോൾ പറയാം. നമ്മൾ രാവിലെ തന്നെ പോയത് കൈരളിക്കാന്ന്. ഇന്ന് കൈരളി കലാസമിതി അവതരിപ്പിക്കുന്ന ഓണപരിപാടിയാണ് കൈരളി സ്കൂൾ ബാംഗ്ലൂർ അത്യാവശ്യം ഫേമസ് ആയൊരു സ്കൂളാണ്. അപ്പോൾ ഓണപ്പരിപാടി എന്താ ഇത്ര ലേറ്റായെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് അപ്പോഴോട് തന്നെ ചോദിക്കേണ്ടി വരും. സർപ്രൈസ് എന്താ അറിയോ, എനിക്ക് ഇവിടെ ഡാൻസ് കളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതെനിക്ക് മേടിച്ചെന്നത് മൈ സപ്പോർട്ടർ എൻ്റെ ഇളമേരെ കെയർ ഓഫിലാണ് ഡാൻസ് കളിക്കാൻ പറ്റിയത്. അപ്പോൾ ഈ ബാംഗ്ലൂർ വരണം എന്ന് പറയുമ്പോൾ ഈ ഒരു ഡേറ്റ് ഫിക്സ് ആക്കിയത് തന്നെ ഈ ഒരു ഓണപ്പരിപാടിയുള്ള സമയത്താണ്. മുമ്പേ വന്നില്ലെങ്കിൽ എനിക്ക് വേഗം തിരിച്ച് പോകേണ്ടി വരട്ടി. അപ്പോൾ എനിക്ക് ഡാൻസ് കളിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഡാൻസ് കളിക്കാൻ ഭയങ്കര നെർവസായി. കോളേജ് കഴിഞ്ഞിട്ട് 2-3 മാസമായി. അപ്പോൾ സ്റ്റേജിലെല്ലാം കയറാതെ കുറേ ആയല്ലോ, അതിൻ്റെ ഒരു പേടിയുണ്ട്. പിന്നെ മാവേലിയെല്ലാം വന്നു, അപ്പോഴത്തേക്ക് നല്ല കൂളായി മാവേലിനെ കണ്ടിട്ട് നമ്മൾ സ്റ്റേജിൽ കയറി. ആ ഒരു മുമ്പുണ്ടായ നെർവസ് സ്റ്റേജിൽ കയറിയ ശേഷം ഉണ്ടായിട്ടാണ്. നന്നായിട്ട് കളിച്ചു എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇതിനു മുമ്പ് റിഹേഴ്സൽ ഉണ്ടായിരുന്നു, അതായത് സ്റ്റേജിൽ കളിക്കുന്ന പോലെ തന്നെ മുമ്പേ അവർക്കെല്ലാം കളിച്ച് കാണിക്കണം. അപ്പോൾ ചെയ്തതിനേക്കാൾ നന്നായിട്ട് ചെയ്തെന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ നമ്മൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് മെയിൻ പരിപാടിയിലേക്ക് കടന്ന് സദ്യ. അപ്പോൾ ക്യൂ നിന്നു. ഇവിടെ ടോക്കൻ എല്ലാം ഉണ്ട്, അത് കൊടുത്താലേ നമുക്ക് സദ്യ കിട്ടും. പിന്നെ നല്ല ടിപ്പിക്കൽ കേരള സദ്യ വിത്ത് 2 പായസം, മറ്റേ വെളുത്ത കളർ പായസം ഉണ്ടായിനി, വെല്ലത്തിൻ്റെ പായസം ഉണ്ടായിനി, പിന്നെ ബോളി ഉണ്ടായിനി. നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ നമ്മൾ വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് തരുമ്പോൾ തായമ്പകം നടക്കുന്നുണ്ടായിനി. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് നെക്സ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നിനും അല്ല, നല്ല സെലിബ്രിറ്റി പാട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു. വിധു പ്രതാപും പിന്നെ നന്ദ ജയദീപ്, സ്റ്റാർ സിംഗർ ഫെയിം. അപ്പോൾ നന്നായിട്ട് അടിച്ച് പൊളിച്ചൊരു നൈറ്റായിരുന്നു. നല്ല നല്ല കുറേ പാട്ട് നന്നായിട്ടുണ്ടായിനി. അപ്പോൾ ഈ ഒരു ദിവസത്തോടെ എൻ്റെ ബാംഗ്ലൂർ ഡേയ്സ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നാളെ ഞാൻ നാട്ടിൽ പോകും. ബൈ ബൈ.